അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾ. പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാകുന്നു. സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനത്തേക്കാൾ ഉത്തമമായ മറ്റൊന്നും ലോകത്തില്ല. ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെയാണത്. ദിവ്യപ്രേമത്തിൻ്റെ അനുഭൂതി നുണഞ്ഞ് ആത്മീയ യാത്ര ചെയ്യുന്നവർ ഈ മധു ആവോളം നുണഞ്ഞവരാണ്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിനുടമയായ തമ്പുരാനെ അറിഞ്ഞവർ ദുനിയാവിൽ രക്ഷിതാവിൻ്റെ അനുഗ്രഹസാഗരത്തിൽ ആമോദത്തോടെ നീന്തിത്തുടിക്കും. സ്വർഗീയ ആരാമങ്ങളിൽ നാളെ ഉല്ലാസത്തോടെ അവർ പറന്നു നടക്കും. അള്ളാഹുവെ മനസ്സിലാക്കേണ്ടതുപോലെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ല. അന്ത്യനാളിൽ ഭൂമി മുഴുവനും അവിടുന്ന് ഒരു പിടിയിൽ ഒതുക്കും. ആകാശങ്ങൾ വലതുകൈയിൽ അള്ളാഹു ചുരുട്ടിപ്പിടിക്കും. അള്ളാഹു എത്ര പരിശുദ്ധൻ! ജനങ്ങൾ പങ്കുചേർക്കുന്നതിനെല്ലാം അവിടുന്ന് അതീതനാകുന്നു. അള്ളാഹു അരുൾ ചെയ്യുന്നു, അള്ളാഹുവിന് അതിമനോഹരമായ നാമങ്ങളുണ്ട്. അത് മുഖേന നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, നിശ്ചയം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അത് ഹൃദിസ്ഥമാക്കിയവർ സ്വർഗത്തിൽ കടന്നു. അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങൾ കാണാതെ പഠിക്കുകയും അത് സൂക്ഷിക്കുകയും അത് മുഖേന ദുആ ചെയ്യുകയും ദിവസവും അത് ആവർത്തിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗപ്രവേശനം ഉറപ്പാണ്. ഇക്കാര്യം ശരിക്കും ഉൾക്കൊണ്ട് താഴെ കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ അർത്ഥസഹിതം കാണാതെ പഠിച്ച് ദിവസവും പലതവണ ആവർത്തിച്ച് ഓതുക. ദിവസം 5 നാമങ്ങൾ വെച്ച് കാണാതെ പഠിച്ചാൽ 20 ദിവസം കൊണ്ട് നാം വെച്ച് കാണാതെ പഠിച്ചാൽ 33 ദിവസം കൊണ്ട് ഇത് ഹൃദിസ്ഥമാക്കുന്നതാണ്. ഒരൽപ്പം ആഗ്രഹവും താല്പര്യവും കാണിച്ചാൽ ഇത് നിഷ്പ്രയാസം പഠിക്കാമെന്നർത്ഥം. മുസ്ലിമായ ഓരോ സ്ത്രീ പുരുഷന്മാരുള്ളിലും അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾ ഉണ്ടാവണമെന്ന് ഈ വിനീതൻ കൊതിക്കുന്നു. എല്ലാവരോടും ഈ മഹത്തായ നിധി കരസ്ഥമാക്കാൻ വസിയ്യത്ത് ചെയ്യുന്നു. ചെന്നിക്കുത്തിനുള്ള ആയത്ത്. റമദാൻ മാസം അവസാനത്തെ വെള്ളിയാഴ്ച ഈ ആയത്ത് എഴുതി സൂക്ഷിക്കുക. പിന്നീട് ചെന്നിക്കുത്ത് വരുമ്പോൾ ശരീരത്തെ വെച്ച് കെട്ടുക. ചെന്നിക്കുത്ത് നിലയ്ക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദ ളില്ല വലൗ ശാഅ ലജഅലഹു സാകിനൻ സുമ്മ ജഅൽന അശംസ അലൈഹി ദലീലൻ സുമ്മ ഖബൽനാഹു ഇലൈനാ ഖബ്ലൻ യസീറാ. താങ്കളുടെ രക്ഷിതാവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? എങ്ങനെയാണ് അവിടുന്ന് നിഴലിനെ നീട്ടിയത് എന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അതിനെ നിശ്ചലമാക്കിയിരുന്നു. എന്നിട്ട് സൂര്യനെ നാം അതിന് തെളിവുമാക്കി. ഹലാലായ മുറാദുകൾ ഹാസിലാക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദത്തി അൻത തഹ്കുമു